നമ്മിൽ പല ആളുകളും മാരകമായ രോഗങ്ങൾക്കടിമകളാണ്. നമ്മുടെ കുഞ്ഞുമക്കൾക്കടക്കം വലിയ മാരകമായ മറവി സംഭവിച്ചിട്ടുണ്ട്. ചില ആളുകളെങ്കിലും പറയും, എൻ്റെ കുട്ടി എന്തിരുന്ന് പഠിച്ചാലും ആ സെക്കൻഡിൽ മറന്നുപോകും. അങ്ങനെ തുടങ്ങി വ്യത്യസ്തങ്ങളായ വിഷയങ്ങൾ. അതുപോലെ സാമ്പത്തികമായ പരാധീനതകൾ, എപ്പോഴും ദാരിദ്ര്യം, പ്രയാസം, രോഗം, സമാധാനമില്ലായ്മ. ഇതിനൊക്കെ കാരണമാകുന്നത് ചെറിയ ചെറിയ മൈന്യൂട്ടായ ചില വിഷയങ്ങൾ ബാത്റൂമുമായി ബന്ധപ്പെട്ടതാണെന്നറിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോകും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഏതായാലും വീഡിയോ പരിപൂർണമായി എല്ലാവരും കാണുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? സന്തോഷമല്ലേ? ഹാപ്പി അല്ലേ? എവിടെ പുഞ്ചിരിച്ചു കൊണ്ടൊരു ഹംദ് പറഞ്ഞ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മാഷാ അല്ലാഹ്. ഈ ഒരു ഹംദിൻ്റെ ബർക്കത്തുകൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും അതിമനോഹരമായൊരു ദിവസവും സമ്മാനമായി തന്ന് കരുണക്കടലായ റബ്ബുൽ ആലമീൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് വളരെ പ്രധാനപ്പെട്ടൊരു വിഷയമാണ് നമ്മൾ പറയുന്നത്. നമുക്കറിയാം, ഇസ്ലാം എന്ന് പറയുന്ന സുന്ദരമായ മതം അത് അള്ളാഹുവിൻ്റെ മതമാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാം സ്പർശിക്കാതെ പോയ ഒരു മേഖലയും നമുക്ക് കണ്ടെത്താൻ കഴിയില്ല. എല്ലാ മേഖലകളിലും ഇസ്ലാമിൻ്റെ സ്പർശനം നമുക്ക് കാണാൻ പറ്റും. അക്കൂട്ടത്തിൽ നമ്മുടെ ജീവിതവുമായി വളരെ ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒന്നാണ്, മനുഷ്യനായാൽ അവൻ ഭക്ഷിക്കുന്നതോടൊപ്പം അവന് വിസർജിക്കാൻ കഴിയണം, ഇല്ലേ? അവൻ കഴിക്കുന്നത് അകത്തേക്ക് എടുക്കുക മാത്രമല്ല, അത് പുറത്തേക്ക് കൃത്യമായ നിലയിൽ പോയില്ല എങ്കിൽ അത് വലിയ അപകടമുണ്ടാക്കുമെന്നതാണ്. എപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ, നമുക്ക് നമ്മുടെ യൂറിൻ മൂത്രം പുറത്തേക്ക് പോയില്ല എങ്കിൽ, നമുക്ക് വയറ്റിൽ നിന്നൊന്ന് പോയില്ല എങ്കിൽ, അങ്ങനെ പോകാതെ അടഞ്ഞിരിക്കുന്നൊരവസ്ഥയെക്കുറിച്ച് ചിന്തിച്ച് നോക്കിയേ. എത്രയെത്ര മനുഷ്യരാണ് ഒരു ദിവസം പോലും യൂറിൻ കൃത്യമായിട്ട് പോകാതെ വേദനിക്കുന്ന എത്രയോ പേർ. യൂറിൻ ബാഗുമായി നടക്കുന്നവർ, അതായത് യൂറിൻ കൃത്യമായി ഫ്രണ്ടിൽ നിന്ന് പോകാതെ അത് ഡയറക്റ്റ് അകത്തേക്ക് ബാഗിട്ട് നടക്കുന്ന എത്രയോ മനുഷ്യർ. അപ്പോൾ നമുക്ക് പടച്ചവൻ ചെയ്തിരിക്കുന്ന അനുഗ്രഹങ്ങൾ എത്ര വലുതാണല്ലേ? എന്നെങ്കിലും നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? അത് ആ അനുഗ്രഹത്തെയൊക്കെ അപ്പാടെ നിഷേധിച്ച് നടക്കുന്ന ആളുകൾ, അവർ വലിയ അപകടത്തിലേക്കാണ് പോകുന്നത്. അള്ളാഹു നമുക്ക് കാവൽ നൽകുമാറാകട്ടെ. ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മൾ ബാത്റൂമിൽ പാലിക്കേണ്ട ഒരുപാട് മര്യാദകൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഈ മര്യാദകൾ പലപ്പോഴും നമ്മൾ പാലിക്കുന്നില്ല. അത് പാലിക്കാതിരുന്നാൽ വലിയ അപകടമാണ്. അത് ബാത്റൂം എന്ന് പറഞ്ഞാൽ പിശാചിൻ്റെ വീടാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സംഭവം പലപ്പോഴൊക്കെ നമ്മൾ ഈ പിശാചിൻ്റെ വീട് തുറന്നിട്ട് പോരാറുണ്ട്. ഇന്നൊക്കെ നമ്മുടെ റൂമിനകത്ത് നമുക്ക് ബാത്റൂമുകളുണ്ട്. ഈ ബാത്റൂം യൂസേജ് കഴിഞ്ഞത് ഇങ്ങനെ തുറന്നിട്ട് എന്ത് സംഭവിക്കും? പിശാചിൻ്റെ വീട്ടിൽ നിന്ന് നിരന്തരം പൈശാചിക ഉപദ്രവങ്ങൾ നമ്മുടെ റൂമിനകത്തേക്ക് വരാനൊക്കെ കാരണമാകും. അതുകൊണ്ട് ബാത്റൂം എന്ന് പറയുന്നത് ഡേഞ്ചർ സോണാണ്. അത് നമുക്ക് മൊബൈൽ യൂസ് ചെയ്യാനുള്ള സ്ഥലമല്ല, ഫോൺ ചെയ്യാനുള്ള സ്ഥലമല്ല, നമ്മുടെ ജീവിത മേഖലകളിൽ നമ്മൾ ബിസിനസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാനുള്ള സ്ഥലമല്ല. അത് വളരെ പെട്ടെന്ന് കയറിയിട്ട് വളരെ പെട്ടെന്ന് ഇറങ്ങിപ്പോരേണ്ട ഒരു ഡേഞ്ചർ സോണാണ് യഥാർത്ഥത്തിൽ ബാത്റൂം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ചില കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാനുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്കറിയാം, അള്ളാഹിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പല കാര്യങ്ങളും പഠിപ്പിച്ചിട്ടുണ്ട്. അക്കൂട്ടത്തിൽ ഒന്നാണ് നമ്മൾ ബാത്റൂമിൽ കയറുമ്പോൾ തല മറക്കുക, ചെരുപ്പ് ധരിക്കുക എന്നൊക്കെ പറയുന്നത്. എത്ര പേരങ്ങനെ ചെയ്യാറുണ്ട്? എത്ര പേര് ബാത്റൂമിൽ കയറുമ്പോൾ തല മറക്കാറുണ്ട്? ചിലപ്പോൾ സ്ത്രീകളൊക്കെ തലയിൽ തട്ടനിട്ടിട്ടുണ്ടാകും, അതിന് ശരിക്കും മറച്ചിട്ടുണ്ടാവില്ല. അതുപോലെ ചെരുപ്പ് ധരിക്കുന്ന എത്ര പേരുണ്ട്? ചെരുപ്പൊക്കെ ബാത്റൂമിൻ്റെ ഒരു മൂലയിൽ ഉണ്ടാകും, പക്ഷേ ഇടാതെ അതിങ്ങനെ പൂപ്പൽ പിടിച്ച ചെരുപ്പ് അവിടെ ഇങ്ങനെ കിടപ്പുണ്ടാവും. അതാരും ഉപയോഗിക്കാറില്ല. ശരിക്കും ബാത്റൂമിൽ കയറുമ്പോൾ ചെരുപ്പ് ധരിക്കണം, അതുപോലെ തല മറയ്ക്കണം. ഇത് അങ്ങനെ ചെയ്തില്ല എങ്കിൽ വലിയ രോഗങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ്. ഇന്ന് ആധുനിക സൈക്കോളജിസ്റ്റുകൾ തന്നെ, ആധുനിക ശാസ്ത്രകാരന്മാർ തന്നെ പറയുന്ന ഒരു വിഷയമുണ്ട്. എന്താണെന്നറിയോ? നമ്മൾ ബാത്റൂമിൽ കയറുമ്പോൾ ഒരുപാട് ബാക്ടീരിയകളുടെ വീടാണ് യഥാർത്ഥത്തിൽ ബാത്റൂം എന്ന് പറയുന്നത്, അല്ലേ? നമുക്കിങ്ങനെ യൂറിൻ നിറഞ്ഞു നിൽക്കുന്നൊരു സമയം ഉണ്ടാകും. ചിന്തിച്ച് നോക്കിയേ, മൂത്രമൊഴിക്കാൻ മുട്ടിയിട്ട് ഇങ്ങനെ പിടിച്ച് നിൽക്കുകയാണ്. പിന്നെ നമ്മളിങ്ങനെ ഒന്ന് പോയി നമുക്ക് മൂത്രമൊഴിക്കാൻ അവസരം കിട്ടുമ്പോൾ ആ യൂറിൻ പോകുന്നൊരു ഫീൽ ഉണ്ടല്ലോ, എന്തൊരു സുഖമായിരിക്കും ഇങ്ങനെ യൂറിൻ പോകുമ്പോൾ. എന്താ സമയത്ത് സംഭവിക്കുന്നത്? നമ്മുടെ ശരീരത്തെ സെല്ലുകളൊക്കെ ഇങ്ങനെ ഓപ്പണായി നിൽക്കും. അങ്ങനെ സെല്ലുകളൊക്കെ വികസിച്ച് നിൽക്കുന്ന സമയത്ത് ആ ബാത്റൂമിലുള്ള ഒരുപാട് ബാക്ടീരിയകൾ നമ്മുടെ ശരീരത്തിലേക്ക് പെട്ടെന്ന് കയറി വരാൻ അത് കാരണമാകുന്നതാണ്. നമ്മുടെ തലയിലും കാലിലും ഒക്കെ ചെരുപ്പില്ലാതിരുന്നാൽ ആ ബാക്ടീരിയാസിൻ്റെ ഉപദ്രവം കൊണ്ട് നമ്മൾ ചിന്തിക്കുന്നുണ്ടാകും, പക്ഷേ ഈ രോഗമൊക്കെ എനിക്ക് എങ്ങനെയാണ് വരുന്നത്? നമ്മൾ ജീവിതശൈലി രോഗങ്ങളെന്നൊക്കെ പേരിട്ട് വിളിച്ചാലും അതിൻ്റെയൊക്കെ പിന്നിൽ കാരണങ്ങൾ പലതുകൊണ്ടെന്നാണ്. എല്ലാം ഇങ്ങനെയാണെന്നല്ല, ചിലർക്ക് ജീവിതശൈലി കൊണ്ടാണ്, പക്ഷേ എന്താണെന്നറിയില്ല, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ രോഗങ്ങൾ വന്നുകൊണ്ടേയിരിക്കണം. ഇത്തരം ചില മൈന്യൂട്ടായ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയേ. ബാത്റൂമിൽ കയറുമ്പോൾ ചെരുപ്പ് ധരിക്കുക, തല മറക്കുക. ആൺകുട്ടികൾ, നമ്മുടെ കുഞ്ഞുമക്കളൊക്കെ ചെറുപ്പം
ചെറുപ്പത്തിലേ ശീലിപ്പിക്കുക. മോനെ ബാത്റൂമിൽ കയറുമ്പോൾ തലമറച്ചിട്ട് കയറണം, അതുപോലെ ബാത്റൂമിൽ കയറുമ്പോൾ ചെരുപ്പ് ധരിച്ച് കയറണം, അതുപോലെ ബാത്റൂമിൽ കയറുമ്പോൾ ചൊല്ലേണ്ട ദിക്റുകളൊക്കെ ഉണ്ട്. ബിസ്മില്ലാഹി അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബുസി വൽ ഖബായിസ്. അത് മറ്റൊരു വീഡിയോയിൽ നമുക്ക് ചർച്ച ചെയ്യാം. അപ്പോൾ ഈ ദിക്റുകളൊക്കെ ചൊല്ലിക്കഴിഞ്ഞാൽ ബാത്റൂമിലെ പിശാചിനും നമുക്കും ഇടയിൽ അള്ളാഹു മറയിട്ട് തരുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച കാര്യമാണ്. അപ്പോൾ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാം. ഒന്നാമത്തെ ഒരു കാര്യം, ഒരിക്കലും വിസർജനത്തിലേക്ക് തുപ്പരുത്. വിസർജ്യത്തിലേക്ക് തുപ്പരുത്. അത് യൂറിനാകട്ടെ അല്ലെങ്കിൽ നമ്മുടെ സ്റ്റൂളാകട്ടെ, അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യരുത്, തുപ്പരുത്. അങ്ങനെ തുപ്പുന്നത് കൊണ്ട് എന്ത് സംഭവിക്കും? സ്വാലിഹ്യങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്, നമ്മുടെ പല്ല് മഞ്ഞ നിറമായി മാറും. ചില ആളുകൾ ഈ നിക്കോട്ടിനൊക്കെ എടുത്ത് അതുപോലെ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്ത് പല്ലൊക്കെ മഞ്ഞച്ച് പോകാറുണ്ട്. ചില ആൾ അത് നമുക്ക് മരുന്ന് കൊണ്ട് ചികിത്സിക്കാൻ പറ്റും. പക്ഷേ ചില ആളുകളുടെ ഈ പല്ലിൻ്റെ മഞ്ഞപ്പ് മാറില്ല എന്തൊക്കെ ചെയ്താലും. അതിൻ്റെ കാരണം എന്താ? ഈ വിസർജനത്തിലേക്ക് തുപ്പുന്നത് കൊണ്ടാണ്, വിസർജ്യത്തിലേക്ക് തുപ്പുന്നത് കൊണ്ടാണ്. പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? അതുപോലെ മറ്റൊന്ന് സ്വാലിഹ്യങ്ങൾ പറയുന്നത് അവർക്ക് വസ്വാസ് ഉണ്ടാക്കും എന്നുള്ളതാണ്. വസ്വാസ് വലിയ അപകടമാണ്. വസ്വാസ് അല്ലേ? അത് വന്നവർക്കേ മനസ്സിലാകുള്ളൂ. ഒരു കാര്യത്തിലും കേന്ദ്രീകരിക്കാൻ പറ്റാത്ത വണ്ണം അവരിങ്ങനെ ഭയങ്കരമായി പിശാച് അലട്ടിക്കൊണ്ടേയിരിക്കും. മനസ്സിലിങ്ങനെ ഓരോരോ ഷെറുകൾ ഉണ്ടാക്കും. വുളു എടുത്ത് തീരൂല, അത് ശരിയായിട്ടില്ല. കുളിക്കാൻ കയറിയാൽ കുളിച്ച് തീരില്ല, കാരണം കുളി ശരിയായിട്ടില്ല എന്നുള്ള തോന്നലാണ്. വെള്ളം എല്ലായിടത്തിലേക്കും എത്തിയിട്ടില്ല. നിസ്കരിക്കാൻ കൈ കെട്ടിയാൽ നിസ്കരിച്ചാലും തീരൂല. അങ്ങനെ ഏതു മേഖലയിലും ഒരു സംശയത്തിന് അടിമയാക്കി നമ്മളെ മാറ്റാൻ ഈ പറയുന്ന നമ്മുടെ യൂറിനിലേക്കോ സ്റ്റൂളിലേക്കോ തുപ്പിയാൽ സംഭവിക്കുന്ന ഒരു വിഷയമാണെന്ന് മഹാരഥന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ നമ്മൾ ചെയ്യുന്ന മറ്റൊരു അബദ്ധം എന്ന് പറയുന്നത് ടോയ്ലറ്റിൽ ബ്രഷും പേസ്റ്റുമായിട്ട് പോകുക എന്നുള്ളതാണ്. ചെറുപ്പത്തിലേക്ക് നമ്മൾ പല കുട്ടികളും ചെയ്യുന്നൊരു പരിപാടിയുണ്ട്. അവർ ബാത്റൂമിൽ പോകുമ്പോൾ എന്ത് ചെയ്യും? ടോയ്ലറ്റിൽ നമ്മൾ ഈ ബ്രഷിൽ പേസ്റ്റ് കൊടുത്തു വിടും, അതിട്ടിങ്ങനെ തേക്കാന്ന്. അവിടെ ഇരുന്നപ്പോൾ എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് ഇങ്ങനെ നടക്കും. കുഞ്ഞുങ്ങളിങ്ങനെ പല്ലുമായിട്ട് തേച്ചുകൊണ്ട് ബാത്റൂമിൽ ഇങ്ങനെ കാര്യങ്ങൾ നടക്കുകയും ചെയ്യും. ഇവിടെ എന്താ സംഭവിക്കാമെന്ന് വെച്ചാൽ മറവി രോഗമുണ്ടാകുമെന്ന് സ്വാലിഹ്യങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്. ഒരിക്കലും ചെയ്യരുത്. അത് മറവി രോഗം ഉണ്ടാകും. പല ആളുകളും പറയാറുണ്ട്, ഉസ്താദേ എൻ്റെ കുഞ്ഞ് നന്നായി പഠിക്കുന്നുണ്ട്, പക്ഷേ അവന് ഓർമ്മയിൽ നിൽക്കണില്ല. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഇപ്പോൾ തന്നെ നിർത്തുക എന്നുള്ളതാണ്. പല ആളുകളും എന്താണ് കാരണമെന്നിങ്ങനെ അന്വേഷിച്ച് നടക്കുമ്പോഴും ഇത്തരം ചെറിയ മൈന്യൂട്ടായ വിഷയങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഒരിക്കലും മറവി രോഗത്തിന് കാരണമാകുന്ന ഈ പറയുന്ന ബാത്റൂമിലിരുന്നുള്ള ബ്രഷിങ് അതൊരിക്കലും ചെയ്യാൻ പാടില്ല. ബ്രഷ് ചെയ്യാനുള്ള സ്ഥലമല്ല ബാത്റൂം എന്ന് പറയുന്നത്, ടോയ്ലറ്റ് എന്ന് പറയുന്നത്. അത് നമ്മുടെ ഈ പറയുന്ന അത്യാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതാണ്. അതുപോലെ തന്നെ മറ്റൊന്ന്, ഈ ബാത്റൂമിലിരുന്ന് പല്ല് വൃത്തിയാക്കുന്നവർ അവർക്ക് കണ്ണിൻ്റെ കാഴ്ച കുറഞ്ഞു വരുമെന്ന് സ്വാലിഹ്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു കാരണവുമില്ലാതെ കണ്ണിൻ്റെ കാഴ്ച ഇങ്ങനെ കുറഞ്ഞു വരും. അപ്പോൾ അതെപ്പോഴും ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. മറ്റൊന്ന്, ബാത്റൂമിൽ അധിക സമയം ചിലവഴിക്കുന്ന ആളുകൾ ഒരു കാരണമില്ല. ആവശ്യം കഴിഞ്ഞാൽ ഇങ്ങനെ ഫോണൊക്കെ നോക്കി ഇങ്ങനെ ഇരുന്നിരുന്ന് ഒരു അരമണിക്കൂർ വേണം ഫേസ്ബുക്കിൽ നിന്ന് പുറത്തിറങ്ങാൻ, അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ നിന്ന് പുറത്തിറങ്ങാൻ, അല്ലെങ്കിൽ വാട്സപ്പിൽ ഇങ്ങനെ ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇങ്ങനെ ഫോൺ ഉപയോഗമാകട്ടെ എന്താകട്ടെ, ബാത്റൂമിൽ അമിത സമയം ചിലവഴിച്ചാലുള്ള കുഴപ്പം എന്താണെന്നറിയോ? നമുക്ക് പൈൽസ് രോഗം, ഫിഷർ രോഗം ഉണ്ടാകാനൊക്കെ സാധ്യത ഏറെയാണെന്ന് മഹാരഥന്മാർ പഠിപ്പിക്കുന്നുണ്ട്. ചിലപ്പോൾ നമ്മൾ ഈ കൊഴുപ്പടങ്ങിയ ഭക്ഷണം അല്ലെങ്കിൽ വറുത്തതും പൊരിച്ചതൊന്നും അധികം കഴിക്കുന്നുണ്ടാവില്ല. ചിലപ്പോൾ നോർമൽ ശരീരമായിരിക്കും, എന്നിട്ടും എനിക്കിങ്ങനെ ഫിഷർ വന്നു, എന്നിട്ടും എനിക്കിങ്ങനെ പൈൽസ് വന്നു, കുറേ ആളുകൾ അന്വേഷിക്കാറുണ്ട്. അതിൻ്റെ ഒരു മെയിൻ റീസൺ ബാത്റൂമിൽ അമിത സമയം ചിലവഴിക്കുക. മറ്റൊന്ന് ടെൻഷനാണ്. ടെൻഷൻ ബാത്റൂമിൽ അധികം നേരം ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ടെൻഷൻ ഉണ്ടാകുമെന്ന് അള്ളാഹുവിൻ്റെ സ്വാലിഹ്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. കാരണം അത് പിശാചിൻ്റെ വീടാണ്. നമ്മുടെ ജനനേന്ദ്രിയത്തിലൂടെ അതുപോലെ തന്നെ മറ്റു പല ഭാഗങ്ങളിലൂടെ പിശാച് നമ്മുടെ മനസ്സിലേക്ക് കയറിയിട്ട് നമുക്ക് വലിയ മാനസിക സമ്മർദ്ദം തരുന്നതാണ്, വലിയ പ്രയാസം ഉണ്ടാക്കും. മറ്റൊന്ന്, നമ്മൾ തമ്പനയിൽ പറഞ്ഞതുപോലെ സാമ്പത്തികമായ നഷ്ടം, ദാരിദ്ര്യം ഉണ്ടാക്കാനുള്ളൊരു കാരണം എന്താണെന്നറിയോ? നമ്മൾ ഈ ബാത്റൂമിൽ ചെയ്യുന്നൊരു കാരണം, അതിൽ ഒരു മെയിൻ റീസണാണ്. എന്താണെന്നറിയോ? പലപ്പോഴും നമ്മൾ നഗ്നത പ്രദർശിപ്പിക്കുന്നവരാണ്. നഗ്നതാ പ്രദർശനം പലപ്പോഴും നടത്തുന്നവർക്ക് സമാധാനപൂർണ്ണമായൊരു ജീവിതം നയിക്കാൻ കഴിയില്ല. അവർക്ക് സാമ്പത്തിക ഭദ്രത ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ നോക്കൂ, ഒരുപാട് യൂട്യൂബേഴ്സ് ഇങ്ങനെ നഗ്നതയൊക്കെ പ്രദർശിപ്പിച്ചിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ ഈ നഗ്നതാ പ്രദർശനം കൊണ്ട് കിട്ടുന്ന പൈസ, ആ പൈസ കൊണ്ട് ഒന്നിലും സമാധാനത്തോടെ അവർക്ക് ജീവിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ അവർക്ക് എത്ര കിട്ടിയാലും തികയാത്തൊരവസ്ഥയാണ്. അത് നമുക്ക് പ്രത്യക്ഷത്തിൽ ഫീൽ ചെയ്യില്ലെങ്കിലും അവരുടെ ഉള്ളിൽ ആ വിഷമം അവർ അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ ഈ നഗ്നത ഒരിക്കലും നമ്മൾ ബാത്റൂമിനകത്താണെങ്കിൽ പോലും പരിപൂർണമായിട്ട് വെളിവാക്കാൻ പാടില്ല. മഹാന്മാർ പറയുന്നുണ്ട്, കിതാബുകളിൽ കാണാം, നമ്മളിപ്പോൾ ടോയ്ലറ്റിലേക്ക് ഇരിക്കുന്ന സമയത്ത് മാത്രം നമ്മുടെ നഗ്നത വെളിവാക്കുക. നേരത്തെ എല്ലാം അഴിച്ചിട്ടിട്ട് അങ്ങനെ അവിടെ നിൽക്കുക, വെറുതെ ഇരിക്കുക, അങ്ങനെയുള്ള പരിപാടികളൊന്നും ഉണ്ടാകരുത്. അതുപോലെ കുളിക്കുമ്പോഴാണെങ്കിലും എന്തെങ്കിലും ഒരു തോർത്തെങ്കിലും നമ്മുടെ ശരീരത്തുണ്ടാകൽ നല്ലതാണ്. കാരണം പരിപൂർണമായി നഗ്നരായി ബാത്റൂമിൽ നിൽക്കുക എന്ന് പറയുന്നത് നമ്മളത് ഭൗതികമായി ചിന്തിക്കാതെ അതിനകത്ത് പിശാചിൻ്റെ വീടാണ്. അതായത് ഒരു പെണ്ണ് ബാത്റൂമിൽ കയറുമ്പോൾ, ഒരു സ്ത്രീ ബാത്റൂമിൽ കയറുമ്പോൾ അവിടെ പുരുഷനായ പിശാചുണ്ടാകും. അവരും വൈകാരിക ചിന്തകളുണ്ട്, മോശമായ ചിന്തകളുണ്ട്. നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ, നിങ്ങളിപ്പോൾ ഏതെങ്കിലും ഒരു അന്യപുരുഷൻ്റെ മുമ്പിൽ എല്ലാം അഴിച്ചിട്ട് നിങ്ങൾ നിൽക്കില്ല അല്ലേ?
അപ്പോൾ പിശാചും ഒരു അന്യനായ മനുഷ്യൻ അതിൻ്റെ അകത്തുണ്ട്. പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. ഒരു അന്യനായ ആണ്, ഒരാളല്ല, പല ആളുകൾ അതിൻ്റെ അകത്ത് ഉണ്ടാകും. വളരെ മോശം ചിന്തയോടെ നമ്മൾ നോക്കുന്ന പിശാചുകൾ അതിൻ്റെ അകത്ത് ഉണ്ടാകും. അപ്പോൾ അവനും നമുക്കുമിടയിൽ മറയിട്ട് തരാനുള്ള ദിക്ർ ചൊല്ലിയിട്ട് കൂടുതൽ നേരം ഔറത്ത് വെളിവാക്കാതെ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ആ സമയത്ത് തുറന്നിട്ട് വേഗം ക്ലോസ് ചെയ്യുന്ന രീതി ഉണ്ടാക്കുക. നിരന്തരമായി അങ്ങനെ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ, നിരന്തരമായി നഗ്നത നമ്മൾ ടോയ്ലറ്റിൽ പ്രദർശിപ്പിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ദാരിദ്ര്യം അത് മുഖേന ഉണ്ടാകുമെന്ന് സ്വാലിഹ്യങ്ങൾ രേഖപ്പെടുത്തിയതായിട്ട് കാണാം. അപ്പോൾ ബാത്റൂം എന്ന് പറയുന്നത് പലപ്പോഴും ഒരു ഡേഞ്ചർ സോണായി നമുക്ക് മാറാറുണ്ട്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളത് ശ്രദ്ധിച്ചിട്ട് ബാത്റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ ചൊല്ലേണ്ട ദിക്റുണ്ട്. ഗുഫ്റാനക അൽഹംദുലില്ലാഹില്ലദി അദ്ഹബ അന്നി അല്ലദാ വഅഫാനി. ഇൻഷാ അല്ലാഹ് അത് മറ്റൊരു വീഡിയോയിൽ നമുക്കതിൻ്റെ വിശദീകരണമൊക്കെ നമുക്ക് പറയാം. ഇതൊക്കെ ചൊല്ലി മനസമാധാനത്തോടെ നമുക്ക് ജീവിക്കാൻ കഴിയട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ നമ്മുടെ സമാധാനമില്ലായ്മക്ക്, രോഗമിങ്ങനെ കൂടുതൽ വരുന്നതിന്, മക്കളുടെ മറവി സംഭവിക്കുന്നതിന്, കണ്ണിൻ്റെ കാഴ്ച കുറയുന്നതിന്, പൈൽസ് വരുന്നതിന്, അതുപോലെ സാമ്പത്തിക ഭദ്രതയില്ലാത്തതിന്, ഇതിനൊക്കെ എല്ലാം ഇത് കാരണമാണെന്നല്ല, പക്ഷേ ഇതും ഒരു കാരണമാണ്. സൂക്ഷ്മത പാലിക്കുക. അള്ളാഹു പൈശാചിക ഉപദ്രവങ്ങളിൽ നിന്ന് കാവൽ നൽകുമാറാകട്ടെ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വരിദാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته. سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته. الحمدلله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. അർഹമുറാഹിമായ കരുണക്കടലായ റബ്ബേ, ഈ സ്വബാഹുൽ ഖൈറിനെ സ്നേഹിക്കുന്ന, ദുആ വസിയ്യത്ത് പറഞ്ഞ, ഈ സ്വബാഹുൽ ഖൈറിനെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന ഇതിൻ്റെ പിന്നണി പ്രവർത്തകർ, ഇത് മറ്റുള്ളവരിലേക്ക് പങ്കുവെക്കുന്നവർ എല്ലാവരെയും നീ അനുഗ്രഹിക്കണയല്ല. ദുആ വസിയ്യത്തുകൾ പറഞ്ഞവരുണ്ട്, കമൻറ്റ് ചെയ്തവരുണ്ട്, എല്ലാവരെയും നീ ഏറ്റെടുക്കണയല്ല. എല്ലാവരുടെയും പ്രയാസങ്ങൾ ദൂരീകരിക്കണയല്ല. ജീവിതത്തിൽ പൈശാചിക ബുദ്ധിമുട്ട് കൊണ്ട് നെട്ടോട്ടം ഓടുന്നവരുണ്ട് റബ്ബേ, ഈ സദസ്സിൻ്റെ ബറക്കത്ത് കൊണ്ട് പൈശാചിക ഉപദ്രവങ്ങളിൽ നിന്ന് കാവൽ നൽകണയല്ല. സന്തോഷ സൗഭാഗ്യങ്ങൾ നൽകണയല്ല. പാപങ്ങൾ പൊറുക്കണയല്ല. അസുഖബാധിതരായ ധാരാളം ആളുകളുണ്ട്, ശിഫ നൽകണയല്ല. സമാധാനമുള്ള ജീവിതം നൽകണയല്ല. കുടുംബത്തിൽ ഖൈർ നൽകണയല്ല. പൊന്നുമക്കളെ നേർവഴിയിലാക്കണയല്ല. പഠനങ്ങളിൽ, പാഠ്യേതര വിഷയങ്ങളിൽ അവർക്ക് ബറക്കത്ത് ചൊരിയണയല്ല. മക്കളില്ലാതെ വിഷമിക്കുന്നവരുണ്ട്, സ്വാലിഹീങ്ങളായ സന്താനങ്ങൾ നൽകണയല്ല. പ്രിയപ്പെട്ട ഗർഭിണികളായ സഹോദരികൾക്ക് സുഖപ്രസവം നൽകണേ അല്ലാ. യാ റബ്ബന, ഞങ്ങളുടെ തൊഴിലുകളിൽ അഭിവൃദ്ധി നൽകണയല്ല. ഒരുപാട് തടസ്സങ്ങൾ ജീവിതത്തിലുണ്ട്. പലരും ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരാൻ. അല്ലാഹുവേ, എല്ലാവരുടെയും ജീവിതത്തിലെ തടസ്സങ്ങളകറ്റി റാഹത്ത് ഈ സദസ്സിൻ്റെ ബറക്കത്ത് കൊണ്ട് നൽകണേ അല്ലാ. പടച്ചവനെ, കടം കയറിയവരുണ്ട്, കടങ്ങൾ വീട്ടി കൊടുക്കണയല്ല. ജോലിയില്ലാത്തവർക്ക് ഹൈറായ ജോലി നൽകണയല്ല. ഞങ്ങളുടെ തൊഴിലുകളിൽ അഭിവൃദ്ധി നൽകണയല്ല. പടച്ചവനെ, ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞവർക്ക് സ്വബാഹുൽ ഖൈറിൻ്റെ ബറക്കത്ത് കൊണ്ട് മഗ്ഫിറത്ത് നൽകണയല്ല. ഈ സദസ്സിൻ്റെ പ്രകാശം കബറിൽ നൽകണയല്ല. പരിശുദ്ധ ഭൂമിയിൽ ചെന്നണയാൻ ഞങ്ങൾക്കെല്ലാവർക്കും തൗഫീക്ക് നൽകണയല്ല. പടച്ചവനെ, എപ്പോഴാണ് മരിക്കുന്നതെന്നറിയില്ല, ഈമാൻ സലാമത്താക്കണയല്ല. ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും ആരംഭപ്പൂവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം നിന്റെ സുന്ദരമായ സ്വർഗീയ ലോകത്ത് നീ ഒരുമിപ്പിക്കണേ അല്ലാ. വിശിഷ്യ സ്വബാഹുൽ ഖൈർ കുടുംബത്തിലെ ഓരോരുത്തരെയും കുടുംബസമേതം ഒരുമിപ്പിക്കണേ അല്ലാ. ബിഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.